അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇന്ന് മറ്റുള്ളവരെ എങ്ങനെ ഇകഴ്ത്താനും മറ്റുള്ളവരെ എങ്ങനെ ബുദ്ധിമുട്ടാക്കാനും കഴിയും എന്നാണ് പല ആളുകളും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരാൾക്ക് ഗുണം ചെയ്യുക, അയാളൊന്ന് സന്തോഷിച്ചോട്ടെ, അയാളൊന്ന് നന്നായിക്കോട്ടെ എന്ന് വിചാരിക്കുന്നതിന് പകരം അയൽവാസികളും കുടുംബക്കാരും നാം അല്ലാത്ത മറ്റെല്ലാവരും നമ്മേക്കാളും ഒന്ന് താഴ്ന്നു കിട്ടണം. അത് സാമ്പത്തികപരമായിട്ടും മറ്റുള്ള എല്ലാ നിലക്കും നാം എത്രമാത്രം ഉയർന്നിട്ടുണ്ടോ അത്ര അവർ ഉയർന്നുകൂടാ. അവരൊക്കെ ഒന്ന് താഴ്ന്നു കാണണം. സാമ്പത്തികമായി നമുക്ക് അല്ലാഹു തആല തന്ന അത്ര ശേഷി അവർക്ക് ഉണ്ടായിക്കൂടാ. അതേപോലെ തന്നെ നമുക്കുള്ള വീട് പോലത്തെ വീട് അവർക്ക് ഉണ്ടായിക്കൂടാ. ഇങ്ങനെ എല്ലാ നിലക്കും മറ്റുള്ളവരെ നിസാരമാക്കാനും മറ്റുള്ളവരെ ഒന്ന് താഴ്ന്നു കിട്ടാനും മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു ഗുണക്കേടുണ്ടാവാനും ആഗ്രഹിക്കുക എന്നുള്ളത് മനുഷ്യന്മാരുടെ ഇന്ന് പലരുടെയും ഒരു സ്വഭാവമായി മാറിയിരിക്കുകയാണ്. ഇവിടെ നാം ചിന്തിക്കേണ്ടത്, അത്തരം സ്വഭാവം നമ്മിൽ എന്തായിക്കൂടാ. നാം നമ്മുടെ സ്വന്തം ശരീരത്തിന് എന്താണോ ആഗ്രഹിക്കുന്നത് അത് മറ്റുള്ളവർക്ക് ആഗ്രഹിക്കുന്നത് വരെ പരിപൂർണ മുഅ്മിനാവുകയില്ല എന്നല്ലേ ഇസ്ലാം നമ്മോട് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും എന്തെങ്കിലും ഒരു നന്മ ഉണ്ടാവണം, എല്ലാവർക്കും ഗുണമുണ്ടാവണം, എല്ലാവർക്കും സന്തോഷമുണ്ടാവണം, എല്ലാവർക്കും ആരോഗ്യമുണ്ടാവണം, എല്ലാവരും നല്ല ജീവിതം നയിക്കണം എന്ന് ആഗ്രഹിക്കലാണ് ഈമാനുള്ളവന്റെ അടയാളം. അതാണ് ഇസ്ലാം നമ്മോട് പഠിപ്പിക്കുന്നത്. എന്നാൽ ഞാൻ പറയുന്നത്, അങ്ങനെ പലരും നമ്മെ തരം താഴ്ത്താനും നമ്മെ ഇകഴ്ത്താനും നമ്മെ കുറവാക്കാനും നമ്മെ പ്രയാസപ്പെടുത്താനും പല ആളുകളും പല നിലക്കും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരം ആളുകളുടെ ഷർറിൽ നിന്ന് ഒഴിവാവാൻ, ശത്രുക്കളുടെ ഷർറിൽ നിന്ന് എങ്ങനെ ഒഴിവായി കിട്ടും, എങ്ങനെ നമുക്ക് മോചനം നേടാം? നമ്മെ ആരാക്രമിക്കുകയാണെങ്കിലും, ആര് നമ്മെ വേദനിപ്പിക്കുകയാണെങ്കിലും, ആര് നമുക്കെതിരെ പ്രവർത്തിക്കുകയാണെങ്കിലും, നമ്മെ പ്രയാസപ്പെടുത്തുകയാണെങ്കിലും അതിൽ നിന്നൊക്കെയും രക്ഷപ്പെടാനുള്ള വലിയൊരു മാർഗമാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അഥവാ എല്ലാ ദിവസവും സുബഹി നിസ്കാരത്തിന് ശേഷം യാ ലത്തീഫ് എന്ന ഇസ്മു, നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, അല്ലാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ലത്തീഫ് എന്ന ഇസ്മു വളരെ പ്രാധാന്യമുള്ള, ഒരുപാട് മഹത്വമുള്ള, ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമുള്ള വളരെ നല്ല ഇസ്മാണ് ലത്തീഫ് എന്ന ഇസ്മു. ആ ഇസ്മിനെ ഒരാൾ, ആ ലത്തീഫ് എന്ന ഇസ്മിൻ്റെ എണ്ണം 129. അപ്പോൾ യാ ലത്തീഫ് എന്ന് 129 പ്രാവശ്യം എല്ലാ ദിവസവും സുബഹി നിസ്കാരത്തിന് ശേഷം പതിവാക്കുക. ഇങ്ങനെ യാ ലത്തീഫ് യാ ലത്തീഫ് യാ ലത്തീഫ് എന്ന് 129 പ്രാവശ്യം 129 പ്രാവശ്യം അത് പതിവാക്കുക. ആ പതിവാക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ കരുതുക. നമ്മുടെ രോഗങ്ങൾ സുഖപ്പെടാൻ വേണ്ടി, അതേപോലെ തന്നെ ശത്രുക്കളുടെ ഷർറിൽ നിന്ന്, മറ്റുള്ളവരുടെ ഇടങ്ങേറിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇങ്ങനെ പലതും കരുതിക്കൊണ്ട് 129 പ്രാവശ്യം യാ ലത്തീഫ് എന്ന ഇസ്മ പതിവാക്കുക. അതിനുശേഷം ഒരുപാട് ദുആ മഹാന്മാരായ മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതൊക്കെ വിശദമായി പറയാൻ ഇപ്പോൾ കഴിയില്ല. എങ്കിലും അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് മാത്രം നമുക്ക് എല്ലാവർക്കും പറയാൻ പറ്റുന്ന ചെറിയൊരു ദുആ. ഈ യാ ലത്തീഫ് എന്നുള്ള ഇസ്മ 129 പ്രാവശ്യം പറഞ്ഞതിന് ശേഷം അല്ലാഹു ലത്തീഫും ബിഇബാദിഹി യർസുഖു മൻ യശാഉ വൽ ഖവിയ്യുൽ അസീസ്, അല്ലാഹു ലത്തീഫും ബിഇബാദിഹി യർസുഖു മൻ യശാഉ വഹുവൽ ഖവിയ്യുൽ അസീസ്. ഈ ദുആ 7 പ്രാവശ്യം പതിവാക്കുക. മനസ്സിലായല്ലോ? യാ ലത്തീഫ് എന്നുള്ള ഇസ്മ 129 പ്രാവശ്യം, അതിനുശേഷം അല്ലാഹു ലത്തീഫും ബിഇബാദിഹി യർസുഖു മൻ യശാഉ വഹുവൽ ഖവിയ്യുൽ അസീസ്, അല്ലാഹു ലത്തീഫും ബിഇബാദിഹി യർസുഖു മൻ യശാഉ വഹുവൽ ഖവിയ്യുൽ അസീസ്. ഈ ദുആ 7 പ്രാവശ്യം പതിവാക്കുക. എല്ലാ ദിവസവും സുബഹി നിസ്കാരത്തിന് ശേഷം പതിവാക്കുക. തീർച്ചയായും പരിഹാരമുണ്ടാകും. അല്ലാഹു പ്രശ്നത്തിൽ കുടുങ്ങിക്കിടക്കുന്ന എല്ലാവർക്കും പരിപൂർണ കാവൽ നൽകുമാറാവട്ടെ. ശത്രുക്കളുടെ ഷർറിൽ നിന്ന് അല്ലാഹു നമുക്ക് വലിയ മോചനം നൽകുമാറാവട്ടെ. സാഹിര്യങ്ങളുടെ സിഹിർ, ആയിനിയുടെ ആയിന്, ഫിത്തനക്കാരുടെ ഫിത്തന, ഇങ്ങനെ പല നിലക്കുള്ള ഷർറുകളുണ്ട്. അല്ലാഹു എല്ലാം ദൂരീകരിച്ച് തരുമാറാവട്ടെ. നല്ല സന്തോഷകരമായ നല്ല ജീവിതം അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.